ഹലോ ഗൈസ്, കഠാളൻ മൂവി കണ്ടിട്ട് വരുന്ന വഴിയാണ്. മാർക്കോ പ്രൊഡ്യൂസർ ഷെരീഫ് മുഹമ്മദിന്റെ രണ്ടാമത്തെ ചിത്രം, ഡയറക്ടർ പോൾ ജോർജിന്റെ ആദ്യത്തെ ചിത്രം, നമ്മുടെ ആന്റണി എന്ന് പറയുന്ന ക്യാരക്ടറിൽ അഭിനയിച്ചിട്ടുള്ള ചിത്രം. പടം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ അടി 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 അടിയോടടി. ഇതാണ് പടം. ഒരു ത്രൂ ഔട്ട് എന്ന് വെച്ചാൽ ഒരു 2 മണിന്റെ റണ്ണിങ് ടൈം എത്രയാണ്? ഒരു മിനിറ്റ് നോക്കട്ടെ. കാട്ടാളൻ മൂവി റണ്ണിങ് ടൈം വേറെ ആണല്ലോ. കച്ചരനല്ലേ, കാട്ടാളൻ മൂവി റണ്ണിങ് ടൈം പറ 120 മിനിറ്റ്. കറക്റ്റ് 120 മിനിറ്റ്. 120 മിനിറ്റും അടി മാറിയിട്ടുള്ള ഒരു 2 മിനിറ്റ് ഇല്ല, ഗ്യാപ്പ് ഇല്ല. ഇത് നിങ്ങൾക്ക് ത്രൂ ഔട്ട് ഒരു അടിപ്പട്ടം കാണണമെങ്കിൽ കയറാം, അല്ലാതെ കഥയോ ലോജിക്കോ ഒന്നും കാണാൻ വേണ്ടിയിട്ട് കയറരുത്. സീരിയസ്ലി കയറരുത്. അതിനകത്ത് കഥയും മാങ്ങത്തിലൊന്നുമില്ല. കഥ എന്താണ്? നമ്മുടെ KGF ഒരു ആനക്കൊമ്പ് വെർഷൻ, അതാണ് കഥ. അത്രേ ഉള്ളൂ, വേറെ അതിനകത്ത് അപ്പുറത്തൊന്നുമില്ല. ഇത് അടി, വെട്ട്, കുത്ത്, വെടിവെപ്പ്, പൊട്ടിക്കൽ, ഈ സാധനം പല രീതി. ലോജിക്കൊന്നും നോക്കരുത്. ലോജിക്കൊക്കെ എടുത്ത് വിളയെ തള്ളിയിട്ട് കയറണം. ഇവർ ഈ പടം ഇറക്കിയത് തന്നെ ഒരു അടിപ്പടം. ആൾക്കാർക്ക് നല്ലൊരു അടിപ്പടം തിയേറ്ററിൽ കാണുക, ആസ്വദിക്കുക. പിന്നെ ഫ്രീ ആയിട്ട് DJയും ഇവർ തരുന്നുണ്ട്. നമുക്ക് ഫ്രീ ഒരു DJ, 2 മണിക്കൂർ ഫ്രീ DJ. ഒരു കളർ ലൈറ്റ് കൂടെ ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ DJ. എൻ്റെ പൊന്നെ, അമ്മാതിരി തുടക്കം തൊട്ട് ഒടുക്കം വരെ തന്നെ ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ്. ബാക്ക്ഗ്രൗണ്ട് സ്കോറൊക്കെ സംഭവം കൊള്ളാം. ഒരു 5 മിനിറ്റ് ഒക്കെ ഇട്ടിരിക്കാൻ കൊള്ളാം. 10 മിനിറ്റ് കേട്ടിരിക്കുമ്പോൾ കുഴപ്പമില്ല. 15 മിനിറ്റ് ആകുമ്പോൾ, അരമണിക്കൂർ ആകുമ്പോൾ അയ്യോ ഇറങ്ങി അങ്ങ് ഓടിയാൽ മതിയേ. ഈ ഒരു രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോറാണ് എനിക്ക് ആ ഒരു ത്രൂ ഔട്ട് സിനിമയുടെ അനുഭവം എനിക്ക് പേഴ്സണലി എൻ്റെ ഇതാണ്. പിന്നെ DJ ഒക്കെ ഇഷ്ടപ്പെടുന്ന ആളുകൾ, അല്ലെങ്കിൽ ഇങ്ങനെ ഈ സാധനം ഇഷ്ടപ്പെടുന്ന ആളുകളാണെങ്കിൽ അത് കണ്ടിരിക്കും. സാധാരണ ഞാൻ തിയേറ്ററിൽ പോയി കഴിഞ്ഞാൽ പടം കഴിയുന്നത് വരെ ഞാൻ ആ തിയേറ്ററിനകത്ത് തന്നെ ഇരിക്കും. ഇടയ്ക്ക് ഇന്റർവെല്ലൊന്നും ഞാൻ പുറത്തോട്ട് അങ്ങനെ പോകാറൊന്നുമില്ല. മൂത്രം ഒഴിക്കാൻ മുട്ടി തുമ്പത്തൊന്നിരിക്കുകയാണെങ്കിൽ മാത്രമേ ഞാൻ പുറത്തോട്ട് പോകാറുള്ളൂ. അല്ലാത്ത പക്ഷം ഞാൻ അകത്ത് തന്നെ ഇരിക്കാറുണ്ട്. പക്ഷെ ഇതിന്റെ ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പോൾ തന്നെ എനിക്ക് അയ്യോ പുറത്തോട്ട് ഇറങ്ങിയാൽ മതിയേ എന്നുള്ള ഒരു രീതി എൻ്റെ തല പെരുത്തുപോയി. എൻ്റെ ബസൂറണ്ണ എന്തുവാണ്ണ, എനിക്ക് ഭയങ്കര അരോചകമായിരുന്നു സത്യം പറയല്ലോ. എൻ്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആവശ്യമുള്ളിടത്തും ആവശ്യമില്ലാത്തടത്തും എല്ലാം ഇത് തന്നെ. അങ്ങനത്തെ ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു ഇതിന്റെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ എനിക്ക് തന്നത്. ഹൊറിബിൾ. ഈ സിനിമ ഇവര് മറ്റേ മാർക്കോ ഇറങ്ങിയ സമയത്ത് കഴിഞ്ഞതിന് ശേഷം അനൗൺസ് ചെയ്തതാണ്. അവർ ഇത് ഭയങ്കര വയലൻസ് ആയിട്ട് ഇറക്കാൻ വേണ്ടിയിട്ട് വെച്ചിരുന്ന പടമാണ്. പിന്നെ മാർക്കോ ഇറങ്ങി ഒരു നെഗറ്റീവ് സാധനം പോയല്ലോ, ഈ പിള്ളേരെ ഉപദ്രവിക്കുന്നതും മൊത്തത്തിൽ ഒരു ദയില്ലാത്ത പരിപാടിയായിരുന്നല്ലോ മാർക്കോ. ആ ഒരു ലെവലിൽ പിടിക്കാൻ വെച്ചതാണ്. ഈ മാർക്കോ എന്ന് പറയുന്ന സിനിമ എങ്ങനെയാണ് വിജയിച്ചത്? കഥയുടെ ബലത്തിലാണോ? അല്ല, അതിനകത്ത് വയലൻസ് കാരണം വിജയിച്ച പടമാണ്. അന്നേരം ആ ഒരു രീതിയിൽ ഈ സാധനം ഇറക്കാൻ നോക്കിയാണ്. പിന്നെ ഈ ഒരു സംഭവം വന്നതിന് ശേഷമാണ് അവരുടെ പ്രൊഡ്യൂസർ പ്രഖ്യാപിക്കുന്നത്, ഞാൻ ഇനി അങ്ങനെ ഒരു അത്രയും വയലൻസ് ഉള്ള ഒരു പടം ഇറക്കത്തില്ല. എന്നിട്ട് പിന്നെ ഇതിന് ആ വയലൻസ്, ആ ഫൈറ്റിനകത്ത് കംപ്ലീറ്റ് വയലൻസ് എടുത്ത് മാറ്റിയപ്പോഴത്തേക്ക് സാധാരണ ഒരു അടി പടം ആയി മാറി. വയലൻസ് ഒത്തിക്കേറ്റിരുന്നെങ്കിൽ ആ വയലൻസ് വെച്ച് ഈ പടം ഒന്നുകൂടെ എലിവേറ്റ് ആയി. ഈ പടം ഞാൻ അതിന്റെ നല്ലതാണോ ഇല്ലയെന്ന് പറയുന്നില്ല. ഈ അടിപ്പടം ഇഷ്ടപ്പെടുന്നവർക്ക് ഇഷ്ടപ്പെടും. അല്ലാതെ കഥ, ലോജിക്ക്, ബ്രില്യൻസ് അങ്ങനെയുള്ള ഇതാ ബേസിക്കലി ഒരു ആനക്കൊമ്പ് കടത്ത് സെറ്റപ്പ് പരിപാടിയാണ്. ഈ കടത്ത് സെറ്റപ്പിനകത്ത് നമ്മൾ ബ്രില്യൻസിനാണ് ഏറ്റവും കൂടുതൽ ഒരു ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. അങ്ങനെ എനിക്ക് ഭയങ്കര ബ്രില്യൻസ്, കടത്ത് സെറ്റപ്പിനകത്ത് ഏറ്റവും ബ്രില്യൻസ് തോന്നിയ ഒരു പടം നമ്മുടെ വാളയാർ പരമശിവം. അതാണ് ബേസ്, അതാണ് ബെഞ്ച് മാർക്ക്. വാളയാർ പരമശിവത്തിന്റെ അത്രയും ബ്രില്യൻസ് വേറെ ഒരു ആനക്കമ്പുകാരനോ ഒരു ചന്ദനക്കടത്തുകാരനോ ഇവിടെ കാണിച്ചതായിട്ട് എൻ്റെ അറിവിലില്ല, എനിക്ക് തോന്നിയിട്ടില്ല. അപ്പം ആ ബ്രില്യൻസിനകത്താണ് അതിന്റെ ഒരു സത്തിരിക്കുന്നത്. ഇതിനകത്ത് ഇവര് ആനക്കൊമ്പ് കടത്താൻ വേണ്ടി കുറെ ബ്രില്യൻസ് ഒക്കെ കാണിക്കും. അതിനകത്ത് പോലും ഒരു ലോജിക് ഇല്ലായ്മ. അത് ആ ബ്രില്യൻസ്, അത് ഇവന്മാര് മണ്ടത്തരമാണോ കാണിക്കുന്നത് നമ്മൾ തോന്നിപ്പോകും അത് ആ ഒരു ബ്രില്യൻസ് കാണുമ്പോൾ. കാര്യം ഇവന്മാര് ബ്രില്യൻസ് കാണിക്കുമ്പോൾ അതിനകത്ത് ലോജിക്ക് ഉണ്ടാവണം. ലോജിക്ക് ഇല്ലാത്ത ബ്രില്യൻസ് കാണിച്ചിട്ട് എന്താണ് ഒരു ഉദ്ദേശിക്കുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ആ രീതിയിലുള്ള ബ്രില്യൻസ് ആണ് ഇതിനകത്ത് കാണിച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഹനാൻ ഷായ ഇതിനകത്ത് ത്രൂ ഔട്ട് എന്നല്ല, ഓൾമോസ്റ്റ് ത്രൂ ഔട്ട് സിനിമയ്ക്കകത്തുണ്ട്. പക്ഷെ അതൊരു ഡയറക്ടർ ബ്രില്യൻസ് ആയിരുന്നു. പുള്ളിക്ക് ഒരൊറ്റ ഡയലോഗ് പോലും കൊടുത്തിട്ടില്ല. വരിക, നിൽക്കുക, പിന്നെ ഒരു മാസ സീനം കൊടുത്തിട്ടുണ്ട്. ഒരു പൊട്ടിക്കുന്ന ഒരു പൊട്ടിക്കൽ മാസ സീൻ കൊടുത്തിട്ടുണ്ട്. അധികം ഇമോഷൻ ഒന്നും മുഖത്തൊക്കെ വരാത്ത രീതിയിൽ പെട്ടെന്ന് ക്യാമറ വെട്ടിച്ചൊക്കെ തിരിച്ച് പുള്ളി ആ സെറ്റപ്പിലും കൊണ്ട് ഡയലോഗ് ഒന്നുമില്ല, ഒറ്റ ഡയലോഗ് പോലും ഇല്ല ഹനാൻ ഷായ്ക്ക്. അതൊരു ഡയറക്ടർ ബ്രില്യൻസ് ആയിരുന്നു. അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഡയലോഗ് കൊടുക്കാതിരുന്നത് രക്ഷപ്പെടുത്തി. ഞാൻ ഒരു ഉറപ്പ് നിങ്ങൾക്ക് ഞാൻ തരാം, ഈ സിനിമ കണ്ട് ആരും ഉറങ്ങാൻ സമ്മതിക്കത്തില്ല. ആ രീതിയിലാണ് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പണിത് വെച്ചേക്കുന്നത്. ഉറങ്ങത്തില്ല. അത് എഴുതി ഒപ്പിട്ട് ഞാൻ തരാം, ഉറങ്ങത്തില്ല. ഉറങ്ങാൻ വേണ്ടി ഒരു ഒറ്റ കുഞ്ഞ് തിയേറ്ററിലോട്ട് പോകരുത്.
ഉറങ്ങാൻ വിടൂല. ഇതിനകത്ത് എന്നിട്ട് ഈ ആന്റണി എന്തിനാ വരുന്നത് എന്നുള്ളൊരു ചോദ്യം ഇപ്പോഴും സ്റ്റിൽ ബാക്കിയാണ്. മേ ബി അടുത്ത പാർട്ടിനകത്തോട്ട് വെച്ചേക്കാണ്. ഈ സിനിമയുടെ ഏറ്റവും അവസാനമാണ് നമ്മൾ സർപ്രൈസ്ഡ് ആവുന്നത്. ഇത് സിനിമ മൊത്തം കണ്ടിട്ട് ഒരു സർപ്രൈസ് തോന്നിയിട്ടില്ല, പക്ഷെ അവസാനം നമുക്കൊരു സർപ്രൈസ് കിട്ടും. അത് ഞെട്ടി കേട്ടോ, അവസാനം ഞെട്ടി. ആ സംഭവം, ആ ഒരു വ്യക്തിയെ കണ്ടപ്പോൾ ഒരു സർപ്രൈസ് കിട്ടി. അതുകൊണ്ട് ഏറ്റവും അവസാനം മാർക്കോയുടെ ഒരു ഒഫീഷ്യൽ അനൗൺസ്മെന്റും ഉണ്ടായിരുന്നു, ലോർഡ് മാർക്കോ. അത് കണ്ടിട്ട് കംപ്ലീറ്റ് കണ്ടിട്ട് ഇറങ്ങി പോവാള്. ആ നാരുകൾ, ആ തിയേറ്ററിലുള്ളവന്മാര് ലൈറ്റും കിട്ടും, ഇപ്പൊ പട്ടികള് തെണ്ടികള് അവന്റെ കഷത്തിന്റെ കീഴിലെ സ്വിച്ച് ഇടുന്ന ലൈറ്റ് ഇടാൻ പറയുന്ന പടം തിരിഞ്ഞതിന് മുമ്പ്. അതുകൊണ്ട് വെള്ളിച്ചത്തിരുന്നിട്ടാണ് മാർക്കോട് അനൗൺസ്മെന്റ് കണ്ടത്. അതോടെ കണ്ടിട്ടേ ഇപ്പോൾ ആള് കേട്ടാ. ഈ ഷെരീഫ് മുഹമ്മദിന്റെ പടം എന്ന് പറയുമ്പോൾ അതിനകത്ത് ഒരു തരത്തിലുള്ള ദയോ നാശന്യോ ഒന്നും നമ്മൾ പ്രതീക്ഷിക്കേണ്ട. പ്രൊഡ്യൂസറിനെ നല്ല രീതിയിൽ ബൂസ്റ്റ് ചെയ്യുന്നുണ്ട്. ഒരു പ്രൊഡ്യൂസറിന്റെ PR വർക്ക് എനിക്ക് വേറൊരു സിനിമയ്ക്ക് അത് പ്രൊഡ്യൂസർ ഷെരീഫ് മുഹമ്മദ് എന്ന് പറയുന്ന ഒരു പേര് ഇത്രയും ഇങ്ങനെ ബൂസ്റ്റ് ചെയ്ത് കാണിക്കുന്ന വേറെ കണ്ടിട്ടില്ല. പുള്ളിയെ ഒന്ന് അവർ നല്ല രീതിയിൽ മാർക്കറ്റ് ചെയ്യാൻ ഒരു PR പരിപാടി സിനിമയ്ക്കകത്ത് തന്നെ അവർ അടിച്ചു കയറ്റി വെക്കുന്നുണ്ട്. ഏറ്റവും അവസാനം എൻ്റെ ക്രെഡിറ്റ് കാണിക്കുന്ന സമയത്താണെങ്കിൽ പോലും പുള്ളിയുടെ ഒക്കെ ഒരു 1-2 ലൊക്കേഷൻ ഷൂട്ടിങ്ങിന്റെ നമ്മൾ ഓൾറെഡി യൂട്യൂബിനകത്ത് കണ്ടതൊക്കെ സാധനമൊക്കെ വെച്ചിട്ട് കാണിക്കുന്നുണ്ട്. ഇയാളുടെ പടത്തിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരു ദയവും ദാക്ഷിണ്യം ഒന്നും കാണുന്നില്ല, ഒരു കൂട്ടക്കൂരിയൊക്കെ കാണും. ഈ മാർക്കോ സിനിമ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന സമയത്ത് ഈ പിള്ളേരെ കൊല്ലുന്ന ആ ഒരു സംഭവമൊക്കെ കണ്ടപ്പോൾ അയ്യോ ഇങ്ങനെ വല്ലാത്ത ഒരു ഫീല് അടിച്ച്. ഇതിനകത്തും ഇത് തന്നെ, ഈ വെട്ടിക്കൊല്ലും പട്ടിക്കൊല്ലും ആ പരിപാടിയൊക്കെ തന്നെ. ഇത് പക്ഷെ കൊല്ലിനെ കൊല്ലുപുല്ലി, പൊട്ടിക്കുന്നേ പൊട്ടിക്കുക, അണ്ണാങ്കി തോട്ടമിട്ട് പൊട്ടി, ഈ രീതി നമ്മൾ കണ്ടില്ല. ഫ്രൂട്ട് നിഞ്ച പോലെ നമ്മളിത് കണ്ടുകൊണ്ടിരിക്കും, വെട്ടിക്കൊല്ലുന്ന പരിപാടി. അതാണ് ഈ പടത്തിന്റെ ഒരു പ്രത്യേകത. വെട്ടിക്കൊല്ലം ഫ്രൂട്ട് നിഞ്ച വെട്ടിക്കൊല്ലലാണ് ഇതിനകത്ത് ഒരു വെട്ടിക്കൊല്ലൽ. നമ്മൾ ഒരു രീതിയിലും പിള്ളേരെ കൊല്ലുന്നതാണെങ്കിൽ ഒന്നും നമ്മളെ അങ്ങോട്ട് തൊടൂല്ല, മനസ്സിലായ? അത് മറ്റില്ല വയലൻസ് കുത്തിക്കയറ്റാൻ വേണ്ടിയിട്ട് എഴുതിയ കഥയാണിത്. അന്നേരം അതിനകത്ത് വയലൻസ് എടുത്ത് മാറ്റിയപ്പോഴത്തേക്ക് അത് ഒരു രീതിയിലും ടച്ച് ചെയ്യാത്ത രീതിയിലായിപ്പോയി. പിന്നെ ഇതിനകത്ത് കുറെ എലിവേഷൻ സീനൊക്കെ ഉണ്ട്. നമ്മൾ ബാഹുബലിക്കകത്ത് കാണുന്നതിന്റെ കൂട്ട് നടൻ ഇടികൊണ്ട് താഴെ കിടക്കുന്ന സമയത്ത് എന്റെ കൂടെ യുദ്ധം ചെയ്യാൻ ആര്, ഞാൻ എന്ന് പറഞ്ഞ് കട്ടപ്പാക്കി വിളിക്കുന്ന അമ്മാതിരി അതുപോലത്തെ അല്ല, എന്നാലും അതുപോലെ സാഹചര്യമുള്ള സീനുകളൊക്കെ ഉണ്ട്. അതൊക്കെ എന്ന് പറയുമ്പോൾ നമ്മൾ ഗൂസ് ബംസ് നമുക്ക് വരണം. ഇതിനത് എവിടാ ഗൂസ് ബംസ്? എടാ ഒന്ന് എണീക്കടാ മോനെ, എണീക്കടാ ഇങ്ങനെ രോഗത്തിന്റെ അടുത്ത് പറയേണ്ട ഒരു അവസ്ഥ വരും. അതാ പറഞ്ഞത്, ഇത് തുടക്കം തൊട്ട് ഒടുക്കം വരെ ഒറ്റ പേസിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഇതിനകത്ത് മെയിൻ വില്ലൻ സുനിൽ, പുഷ്പയ്ക്കകത്ത് മംഗളനെ അവതരിപ്പിച്ച മെയിൻ വില്ലൻ. ഇത് പടം തുടങ്ങുമ്പോൾ ഒരുത്തനെ കാണിക്കും, സിഗരറ്റ് ഒക്കെ വലിച്ചുകൊണ്ട് നിൽക്കുന്ന ഒരുത്തൻ. അവൻ അത്യാവശ്യം പ്രായമുള്ള ഒരുത്തനെയാണ് കാണിക്കുന്നത്. അവനൊരു 10 കൊല്ലം കഴിയുമ്പോഴത്തേക്ക് വേറൊരുത്തരായിട്ട് മാറുകയാണ്. അവനാണ് നമ്മുടെ സുനിൽ. ചെറുപ്പത്തിലുള്ള ഒരുത്തനെ കാണിച്ചിട്ട് അവൻ വളരുമ്പോഴത്തേക്ക് വേറൊരു വ്യക്തിയായിട്ട് മാറുന്നത് നമ്മൾ പല സിനിമയിലും കണ്ടിട്ടുണ്ട്. ഇത് ആരെയും കാണിക്കുന്നതിന് നല്ല പ്രായമുണ്ട്. ആ പ്രായമുള്ളവൻ വളർന്ന് പിന്നെ വേറെ ആരും ആവുകയാണ്. അത് ആദ്യം ഈ സുനിലിന്റെ ഇൻട്രോ കണ്ടപ്പോ ഇവനേത്, പിന്നെ ആ ലോക്കറ്റ് കണ്ടപ്പോഴാണ് മനസ്സിലായത് ആദ്യം കാണിച്ചില്ല അവനാണ് യവനെന്ന്. അത് എന്ത് പരിപാടിയായിരുന്നു എനിക്ക് മനസ്സിലായില്ല, സത്യം മനസ്സിലായില്ലേ? എന്നാ പിന്നെ ഈ സുനിലിനെ എങ്ങനെയെങ്കിലും ചെറുപ്പത്തിലാക്കി മീശ വെടിച്ച് ഇച്ചിരി വികൊക്കെ വെച്ചിട്ട് ആദ്യമേ കാണിച്ചാൽ പോരായിരുന്നു. ഇത് എന്തിനാണോ എന്തോ. സുനിലിന്റെ ചെറുപ്പകാലമല്ല, സുനിലിന്റെ ഒരു 30 വയസ്സുള്ള സുനിലിനെ അവതരിപ്പിക്കാൻ വേണ്ടി വേറത്തിനെ കൊണ്ടുവന്നു. എന്നിട്ട് 45 വയസ്സുള്ള സുനിലിനെ അവതരിപ്പിക്കാൻ വേണ്ടിയിട്ട് വേറത്തിനെ കൊണ്ടുവരുന്നു. നമ്മൾ മറ്റേ മാർക്കോയ്ക്കകത്ത് കണ്ടല്ല ഇറച്ചി വെട്ടുകാരൻ ഹിന്ദിക്കാരനുണ്ടല്ലോ, ആ പുള്ളിക്കാരനൊക്കെ ഇതിനകത്തും ഉണ്ട്. പിന്നെ എനിക്ക് ഇഷ്ടപ്പെട്ടതിനകത്ത് തുഷാര വിജയൻ, നമ്മൾ ഇതിന്റെ ട്രെയിലറിനകത്ത് കണ്ട ഒരു പെണ്ണ് തോക്കും പിടിച്ചോണ്ടിരിക്കുന്നത്, അത് ആ പെണ്ണിന്റെ ഒരു കുറച്ച് പരിപാടികൾ, അത് കുഴപ്പമില്ല. അതിനകത്ത് ലോജിക്കില്ലായ്മയൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും അവിടെ ഒരു ഔട്ട്ഫിറ്റ് ഒക്കെ കാണാൻ രസമുണ്ട്. ആ പെണ്ണ് മറ്റേ ധനുഷിന്റെ ധനുഷിന്റെ പെങ്ങളായിട്ട് അവതരിപ്പിച്ച പെണ്ണ്, അതിനകത്ത് അവള് കിടലുമായിരുന്നു. അത്രയ്ക്കൊന്നും ഇതിനകത്ത് ഇല്ലെങ്കിലും എന്നാലും ഒരു രസമുണ്ട് കണ്ടോണ്ടിരിക്കാൻ. പിന്നെ എനിക്കിനകത്ത് ഏറ്റവും കോമഡി തോന്നിയിരുന്നുണ്ട് ഒരു തീപ്പെട്ടിക്കൊള്ളി പോലത്തെ ഇങ്ങനത്തെ ഒരു സാധനം. ഇതിങ്ങനെ തുറക്കുമ്പോ ഇതിനകത്തൊരു ചുണ്ടാപ്രി ഒരു പാമ്പ് ഇങ്ങനെ പൊങ്ങി വരും. ഈ പാമ്പിനെ ഇങ്ങനെ ഉമ്മ വെക്കുന്നുണ്ടോ ഇതിനകത്ത്. എന്റെ മുന്നത് കോമഡി ആയിട്ടുണ്ട് സാധനം. അത് സീരിയസ്ലി കോമഡി സാധനം. ഈ തീപ്പെട്ടിക്കൊടിനകത്ത് പാമ്പിനെ കൊണ്ടെടുക്കുന്നത് എന്റെ പൊന്നോ, അത് കണ്ടവർക്ക് അത് മനസ്സിലാവും. തീപ്പെട്ടിക്കൂടിനകത്ത് പാമ്പിനെ കൊണ്ട് നടക്കുന്ന ഒരു കാര്യമില്ല. പിന്നെ ഇതിനകത്ത് തോക്കൊച്ച് ദൂരെ നിന്ന് വെടിവെക്കാൻ പറ്റുമെങ്കിലും ഇതിനകത്ത് എല്ലാവരും ഇവിടെ വന്നിരുന്നിട്ട് വെടിവെക്കത്തുള്ളൂ, തലയുടെ ബാക്കി വന്നിട്ട് വെടിവെക്കത്തുള്ളൂ. ഇവിടെ തോക്ക് ദൂരെ നിന്ന് വെടിവെക്കാൻ വേണ്ടിയിട്ടുള്ള സാധനമാണ്, ഈ കീഴിൽ പോയി വെടിവെക്കാൻ വേണ്ടിയിട്ടുള്ളതല്ല. AK-47 ഉണ്ടെങ്കിൽ കഴുത്തിന്റെ ഇവിടെ വെച്ചിട്ട് വെടിവെക്കത്തുള്ളൂ. അങ്ങനെയൊക്കെയുള്ള കുറെ പരിപാടികൾ ഇതിനകത്തുണ്ട്. പിന്നെ നമ്മുടെ ഹിപ്സ്റ്റർ ഒക്കെ ഉണ്ട്. ഹിപ്സ്റ്റർ ഇച്ചിരി അവസാനം വന്നിട്ട് തൊപ്പിയൊക്കെ വെച്ചിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ അവസാനം കുറെ പിള്ളേരെ പിള്ളേരെ ഹെൽമെറ്റ് ഒക്കെ വെച്ച് ബൈക്കിനകത്ത് ഫൈറ്റിന്റെ ഇടയിൽ, അയ്യോ എന്തിനാണ് അതൊക്കെ? ഒരു കോമഡി രീതിയായി പോയി അതൊക്കെ കേട്ടോ. ആ പിള്ളേരൊക്കെ ഇറങ്ങി, ആ പിള്ളേർ ഇങ്ങനെ നിൽക്കുന്ന സമയത്ത് തന്നെ കോമഡി പോലാണ് ഫീൽ ചെയ്യുന്നത്.
എനിക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത വേറൊരു സാധനമുണ്ട്. ഇത് ആനക്കൊമ്പ് മോഷ്ടിക്കലാണല്ലോ, ആനയെ കൊല്ലുന്ന പരിപാടിയാണല്ലോ. ഇതിന്റെ തുടക്കത്തിൽ ഒരു ആനയെ കൊല്ലുന്ന ഒരു സീൻ കാണിക്കും, നമ്മൾ ഈ ട്രെയിലറിനകത്തൊക്കെ കാണുന്ന പോലെ. ഈ ആനയുടെ വയറ്റിൽ കൂടെ 2 കയറിട്ട് കെട്ടും. എടേ, പശുവോ ആടോ പോത്തോ ഒന്നും അല്ല, ഈ 2 കയറിട്ട് ആനയുടെ വയറ്റിൽ കൂടെ കിട്ടി ആന രണ്ടാവുമ്പോൾ അപ്പുറവും കൂടെ ഇന്ന് പിടിച്ചു നിർത്തിയേക്കുവാ. ആനയെ കയറിട്ട് വയറ്റത്തൂടെ ഒരുത്തിന് അടിയിൽ കൂടെ പോയി അപ്പുറത്തൂടെ കയറിട്ട് ഇപ്പുറത്ത്. അതെന്തിനായിരുന്നു? അതെന്തിനാ പരിപാടി? അങ്ങനെ ആനയുടെ വയറ്റത്തൂടെ കയറിട്ട് കെട്ടിയിട്ട് പിടിച്ചു നിർത്തിയത് ഇത് ആട്ടുംകുട്ടി വല്ല ആണാ? ഈ അതെനിക്ക് മനസ്സിലായി. അത് ഞാൻ പറയുന്നത് ലോജിക്കൊക്കെ എടുത്ത് വിളയെ തള്ളിയിട്ട് നമ്മുടെ ബ്രെയിൻ എടുത്ത് ഇങ്ങനെ കൊണ്ടുപോയിട്ടിട്ട് സിനിമ കാണാൻ പോകണം. അങ്ങനെ മൊത്തത്തിൽ കുറെ പരിപാടികൾ ഇതിനകത്തുണ്ട്. ഇതിനകത്ത് പിന്നെ മ്യൂസിക് ഒക്കെ ഒരുമാതിരി ഡബ്ഡ് മ്യൂസിക് പോലെ എനിക്ക് ഫീൽ ചെയ്തു. എനിക്ക് എന്താ അറിയുമ്പോഴില്ല. പിന്നെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഒക്കെ ഭയങ്കരമായിട്ട് മാർക്കോയുടെ ബാക്ക്ഗ്രൗണ്ട് ആ സെയിം വ്യക്തി തന്നെയാണ്, അതുകൊണ്ടായിരിക്കണം അതുമായിട്ട് ഭയങ്കര സാമ്യമുള്ള ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിട്ട് ഫീൽ ചെയ്തു. ബട്ട് മാർക്കോയുടെ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആയിരുന്നു കുറച്ചും കൂടെ സൂപ്പർ കിടിലോ അതായിരുന്നു കേട്ടോ. ഇതങ്ങ് അരോചകമായിട്ട് ഫീൽ ചെയ്തു. ഇത് നല്ലതായിരുന്നെങ്കിൽ പോലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇത്രയും പാക്ഡ് ആയിട്ട് ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ഇങ്ങനെ ഇടിച്ചിരിക്കുന്നതുകൊണ്ട് ആസ്വദിക്കാൻ പറ്റുന്നില്ല. തിയേറ്ററിൽ ഇരുന്നിട്ട് ഒരു സമാധാനം താടാ എന്നാണ് പലപ്പോഴും ഞാൻ മനസ്സിൽ പറഞ്ഞത്. ഒരു സമാധാനം താടാ, 2 മിനിറ്റ് ഒരു സമാധാനം താടാ. അപ്പോഴേ ആരെങ്കിലും കൊണ്ട് വെച്ചിട്ട് 2 ഡയലോഗ് പറഞ്ഞ് പടം ഒന്ന് ലാഗാക്കി കുറച്ചു നേരം സമാധാനമായിട്ട് ഇരിക്കാമല്ലോ, ആ ഒരു രീതി. അതേ പറഞ്ഞ ആ ഒരു കാര്യം, ഈ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ആണ് എനിക്ക് ഏറ്റവും ഈ പടത്തിനകത്ത് അരോചകമായിട്ട് തോന്നിയത്. ബാക്കിയെല്ലാം കുഴപ്പമില്ല, ഓക്കെയാണ്. ഇത് ഫോർ മീ ദിസ് ഈസ് എൻ ഓക്കെ മൂവി. പിന്നെ ഒരു അടിപ്പടം ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടുന്ന ആളാണെങ്കിൽ നിങ്ങൾ പോയി തീർച്ചയായിട്ടും കാണണം. ഉറപ്പായിട്ടും നിങ്ങൾക്ക് ചിലപ്പം ഇഷ്ടപ്പെടും. സോ പടം കണ്ടിട്ടുള്ളവർ താഴെ ഒന്ന് കമന്റ് ചെയ്യുക. വേറെ വീഡിയോ ഇട്ട്. ശരി, ബൈ.